ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എബ്രീസ് വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഏട്ടനാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണെന്ന് നോക്കാം, എങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ പാർട്സ്, അര സ്പൂൺ ഗരം മസാലയും ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 1/4 ടീസ്പൂണും, മുളക് പൊടി 4 സ്പൂണും, മഞ്ഞൾപ്പൊടി അര സ്പൂണും, ചിക്കൻ മസാല അര സ്പൂണും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസലിന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു തുള്ളി പോലും വെള്ളം വെക്കുന്നില്ല കേട്ടോ. വെള്ളം വെക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു 2 വലിയ ഉള്ളിയും ഒരു 4 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനിടെ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാണ്. ഒരു വെളുത്തുള്ളി പിന്നെ അതാ ഇഞ്ചി അര കഷ്ണം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 3 വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ലൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുരുമുളക് ഒരു 2 സ്പൂൺ കുരുമുളകും പിന്നെ ഒരു അര സ്പൂൺ വലിയ ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യുക. നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടീൻ്റെത് ആഡ് ചെയ്ത് കൊടുക്കുക. മസാല ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് കൂട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ കുറുകി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. കണ്ടോ, വെള്ളം കൂടി വറ്റാനുള്ളൂ. നമ്മുടെ കറി ആയിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. നല്ല അടിപൊളി കറി കേട്ടോ. നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സിമ്പിൾ റെസിപ്പി കേട്ടോ. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ, നമ്മുടെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല കുറുകി വന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബായ്.